ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ പള്ളിയിലെ അമ്പ് പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ കടുപ്പശ്ശേരി പള്ളിയിലെ പെരുന്നാൾ എല്ലാ കൊല്ലത്തെയും പോലെ ജനുവരിയിൽ ആദ്യത്തെ ആഴ്ചയാണ് ഞങ്ങളുടെ അവിടെ പെരുന്നാളാവാറ്. അങ്ങനെ രാവിലെ അമ്പ് വന്ന് ഞങ്ങൾ കയറി പ്രാർത്ഥിച്ച് വൈകുന്നേരത്തെ നമ്മുടെ കൊട്ടിൻ്റെ ഒപ്പം നമ്മൾ പള്ളിയിലേക്ക് പോയി. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ബാൻഡ് സെറ്റായിരുന്നു. അത് കണ്ട് അവിടെ പള്ളിയിൽ ചെന്നപ്പോഴേക്കും നിറച്ച് ശിങ്കാരിമേളക്കാരായി. അതിൻ്റെ കൂടെ കുറച്ച് നേരം താളം പിടിച്ച് തന്നു. നമ്മുടെ പല അവിടുത്തെ സ്ഥലങ്ങളിലെ നാട്ടുകാരൊക്കെ നമ്മുടെ ഈ അമ്പ് പെരുന്നാൾ കാണാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ ദിവസം ഞായറാഴ്ച രാവിലത്തെ കുർബാന 10 മണിയാകുമ്പോൾ പിന്നെ മെയിൻ കുർബാന, അത് കഴിഞ്ഞ് പിന്നെ 4 മണിയുടെ കുർബാന. ആ 4 മണിയുടെ കുർബാന കഴിഞ്ഞിട്ടാണ് എല്ലാ പള്ളിയിലും സാധാരണ പ്രദക്ഷിണം ഇറങ്ങാറ്. അപ്പം ഞങ്ങൾ 4 മണിയുടെ കുർബാനയ്ക്ക് പോയേ. അത് കഴിഞ്ഞ് പിന്നെ പ്രദക്ഷിണത്തിനുള്ള തിരക്കായി. അപ്പോൾ ഓരോരുത്തരും കുടകളൊക്കെ കൊണ്ട് പതുക്കെ ഇങ്ങനെ നടന്നു തുടങ്ങി. അതിൽ ചെറിയ പിള്ളേർക്ക് ചെറിയ കുടകളും വലിയ ആൾക്കാർക്ക് പട്ടുകുടകളും കൊടുത്തു. അത് കഴിഞ്ഞ് 2 ടീമുണ്ടായിരുന്നു നമ്മുടെ ബാൻഡ് സെറ്റ്. അതിലാദ്യം ഒരു ടീം പോവും, രണ്ടാമത്തെ ടീം ബാക്കിൽ അച്ഛൻ്റെ ഭാഗത്തുകൂടെ അങ്ങോട്ട് വരും. അങ്ങനെ പിന്നെ ഞങ്ങളും പതുക്കെ പ്രദർശനത്തിന് നടന്ന് കാലഴിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും പള്ളിയിൽ വന്ന് ബൈക്കെടുത്ത് പ്രദർശനത്തിൻ്റെ ബാക്കിൽ കൂടെ അങ്ങോട്ട് പതുക്കെ വെച്ച് പിടിച്ചു. കാരണം അവൾക്ക് പ്രഗ്നൻ്റ് ആയ കാരണം അധികം നടക്കാൻ പറ്റില്ല. അത് കാരണമായിട്ട് അങ്ങനെ ചെയ്തേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ പ്രദർശനത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട് കുറച്ച് നേരം അതൊക്കെ കണ്ട് നിൽപ്പിക്കും 7-7:30 ആകുമ്പോഴേക്കും നമ്മുടെ പള്ളിയിലേക്ക് പ്രദർശനം കയറാനായിട്ട് വന്നു. കുറച്ച് നേരം പിന്നെ ബാൻഡ് സെറ്റിൻ്റെ താളം ചവിട്ടി ഞാൻ അപ്പനും മോനും അവിടെ അത് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് പള്ളിയിൽ കയറി നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ തമ്പുരാനോടൊന്ന് കുറച്ച് നേരം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുറത്തുള്ള കടകളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. അത് കഴിയുമ്പോഴേക്കും മെയിനായിട്ട് പള്ളിയിലേക്ക് കയറാനുള്ള വരവായി നമ്മുടെ പ്രദർശനത്തിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമ്പോഴേക്കും നമ്മുടെ പടക്കംപൊട്ടൽ അങ്ങോട്ട് തുടങ്ങി. കുറച്ച് നേരം ഉണ്ടായിരുന്നു പടക്കംപൊട്ടൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഈ കൊല്ലത്തെ പെരുന്നാളും കഴിഞ്ഞു.